അതിജീവനം സാധ്യമാക്കണം, പുതിയ പാഠങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് ആദ്യ KSRTC ബസ് വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും ഒക്കെ കുട്ടികളുമായി പുറപ്പെടുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആ ബസ്സിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ നല്ല ബലൂണുകളൊക്കെ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാ പിടിച്ചോ. ഓക്കെ, അവരൊക്കെ ഏറെക്കുറെ ഹാപ്പിയാണ്. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി നല്ല പഠനം സാധ്യമാക്കാൻ ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എനിക്കൊപ്പം ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരൊപ്പം തന്നെ കൽപ്പറ്റ MLA T സിദ്ദിഖ് കൂടി ചേരുന്നുണ്ട്. സിദ്ദിഖ, കുറേ കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനെയൊരു യാത്ര. കുട്ടികളോടൊപ്പം ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെല്ലാവരും, PTA ഭാരവാഹികളുണ്ട്, പൊതുപ്രവർത്തകരെല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പിടിക്കും. ഈ കുട്ടികൾ ഇന്ന് മുഖത്ത് വളരെ സന്തോഷമാണ്. അവരുടെ ആകുലതയും അവരുടെ ഒരു മനസ്സിന്റെ വിഷമമൊക്കെ മാറി ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്നതായ ഒരു മുഖത്തുള്ള ഒരു പ്രസരിപ്പുണ്ട്. ആ ഒരു ഏകദേശം ആ പ്രസരിപ്പിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. KSRTC ബസ്, ഈ KSRTC ബസ് തുടർച്ചയായി ഉണ്ടാവണം. അതിനെന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ ഇന്ന് പുനഃപ്രവേശനോത്സവത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങൾ എല്ലാവരും കൂടി യോഗം ചേർന്ന്, ഉദ്യോഗസ്ഥരൊക്കെ യോഗം ചേർന്ന് ഞങ്ങൾ അതിനുള്ള സംവിധാനം കൂടി, പൂർണ്ണ സംവിധാനം കൂടി ഇന്ന് ഏർപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ഈ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് പോകാനുള്ള സംവിധാനമാണ്. ഭക്ഷണം ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ബിരിയാണി കൊടുക്കാനുള്ള സംവിധാനം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ക്ലാസ് റൂമുകളായി, ലാബായി, സംവിധാനങ്ങളായി ജില്ലാ പഞ്ചായത്ത് അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും PTA എല്ലാവരും നല്ല രീതിയിൽ അതിന്റെ ഏകോപനം നടത്തി. ഇതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, നമ്മുടെ എല്ലാ റിക്വസ്റ്റുകളും സ്പോൺസേഴ്സ് നല്ല തൃപ്തികരമായി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഏകോപനം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല തൃപ്തികരമായി നിർവഹിച്ചു. ഒരു പുതിയ സ്കൂളിന്റെ പുതിയ അന്തരീക്ഷത്തിൽ ഒരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോവുക. ഒരു കുറച്ച് കുട്ടിത്തം മുഖത്ത് വന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വേദനകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ സമയത്ത് അത് വേദനിക്കാനുള്ളതല്ല. അതുകൊണ്ടുകൂടിയാണ് വളരെ സന്തോഷമാണ്. ഒന്ന് വെള്ളാർമല ജില്ലാ പഞ്ചായത്തിന്റെ സ്കൂളാണ്. ആ സ്കൂളിൽ 29-ാം തീയതി രാവിലെ വന്നതാണ്. അന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു പോയി. പക്ഷെ അന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ആ കുട്ടികളെ തിരിച്ച് സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതിന്ന് നടക്കുകയാണ്. കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് എത്തുകയാണ്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കാൻ പറ്റി എന്നുള്ളത് അതിനേക്കാൾ സന്തോഷം നൽകി. ഏകദേശം 2.5 കോടി രൂപയോളം സ്പോൺസർമാർ നമുക്ക് നൽകി. അതെല്ലാം അവർക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവർക്കൊരു കുറവുമില്ലാതെ അവരെ നമ്മൾ നോക്കും. അവർക്ക് ആ പുഴയുടെ ഒരു കുറവ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പം ആ ഫുൾ ഓഫ് കോൺഫിഡൻസിലാണ് MLAയും ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികളൊക്കെ ബസ്സിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 9. എന്താ പേരെന്താ? അർച്ചന. അർച്ചന ഈ വെള്ളാർമലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ ബസ്സിലൊക്കെ കയറിയിട്ട് മേപ്പാടിയൊക്കെ പോകണം. നന്നായി പഠിക്കുമല്ലോ? പഠിക്കാതെന്താ, കോൺഫിഡൻസിലാണ്. അങ്ങനെ ഗംഭീരമായിട്ട് പഠിക്കാൻ പറ്റണം. ഇവരൊക്കെ അതിജീവനം സാധ്യമാക്കണം. നമുക്ക് വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷമതകളെല്ലാം കവച്ചു വെച്ച്, അല്ലെങ്കിൽ അല്പമെങ്കിലും മനസ്സുകൊണ്ട് മറച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോയാലേ അത് സാധ്യമാകൂ. MLA ഇതാ പിള്ളേരെയൊക്കെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരെയും ഇവിടെ നിന്നും ഇങ്ങനെ സ്വീകരിച്ച് ഇന്നൊരു ഡോറ് തുറന്നു കൊടുക്കാൻ വരെ MLA ഒക്കെ ആണുള്ളത്. അങ്ങനെ അതാ ഇത്രയും കുട്ടികൾ ഇന്നിപ്പോൾ കാത്തു നിൽക്കുകയാണ്. അവർക്ക് 3 ബസ്സുകളാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധിയായ സീറ്റുകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അങ്ങനെ ഒരാൾക്ക് പോലും ഇവിടെ നിന്നും യാത്രാ സൗകര്യമില്ലാതെ പോകരുത് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇനിയിപ്പോൾ പഠനം സാധ്യമാക്കുക, നല്ല രീതിയിൽ പഠിക്കുക, മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ഈ ഓരോ കുട്ടികളോട് നമുക്ക് പറയാൻ സാധിക്കുക. നമുക്ക് അവരുടെ ചില രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എടുത്തു പോകേണ്ടതുണ്ട്. കാരണം അത്രമേൽ അവർ ആ സ്കൂളിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരുള വന്ന ഘട്ടത്തിൽ പോലും ഉള്ളുലയാതെ നിൽക്കാൻ ഈ നാടിനെ പ്രാപ്തമാക്കിയത് അത് ചൂരൽമലയിലെ വെള്ളാർമല വിദ്യാലയമാണ്. പുന്നപ്പുഴയുടെ ഓരത്തുള്ള വിദ്യാലയമാണ്. ചേട്ടാ പേരെന്താ? ഇബ്രാഹിം. ഇപ്പം പിള്ളേർ ഇനിയിപ്പം ബസ്സിലൊക്കെ കയറിയിട്ട് മേപ്പാടിക്ക് പോകണം. എന്താന്നറിയ അവസ്ഥ. ഇനിയിപ്പം അവരൊക്കെ ഹാപ്പി അല്ലേ? കുട്ടികളൊക്കെ പെൺകുട്ടികളാണ് ഒരു ബേജാറിന് ഞങ്ങൾക്ക്. ഇനിയിപ്പോ ബേജാറാവേണ്ട കാര്യമില്ല. ബസ്സും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടില്ല. നാട്ടുകാർക്ക് ഇത് പല ചൂഷണം നടക്കുന്ന ഒരു ടൈമാണിത്. അതുകൊണ്ട് നമ്മളിവിടെ വിട്ട് മക്കളെ ഒറ്റയ്ക്ക് അയച്ചിട്ടില്ല. അപ്പൊ നാളെ മുതൽ ഒറ്റയ്ക്ക് വിടാൻ കഴിയുള്ളൂ. എന്താ അങ്ങനെ ഒരു തേങ്ങ ഞങ്ങൾക്ക് ആശങ്ക വേണ്ട. എന്തായാലും അത്തരത്തിൽ ഒരു രക്ഷിതാവിനുണ്ടാകുന്ന ആശങ്ക അദ്ദേഹം പങ്കുവെക്കുകയാണ്. പക്ഷേ അതിനെ നമ്മൾ അതിജീവിക്കും. നമ്മളിപ്പം ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ധനസഹായം 10,000 രൂപ ഇപ്പൊ ഈ ബസ് വന്നുകൊണ്ടാണ് മക്കളോടെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത്.
അല്ലെങ്കിൽ ആ ധനസഹായം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഇന്ന് വരെ പൈസ കയറി കിട്ടിയില്ല. ആ കാര്യം നമ്മൾ ശ്രദ്ധയപ്പെടുത്താം കേട്ടോ, തീർച്ചയായിട്ടും ശ്രദ്ധയപ്പെടുത്താം. എന്തായാലും സ്കൂള് അതിന്റെ ആ പൂർണ്ണാർത്ഥത്തിലേക്ക് പ്രവർത്തന സജ്ജമാകാൻ തന്നെ പോകുന്നു എന്നുള്ള ആശ്വാസകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ നാടൊന്നടങ്കം ആ സ്കൂളിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവോ അതേ അർത്ഥത്തിൽ തന്നെ ഇനിയിപ്പോൾ മേപ്പാടിയിലെ ആ സ്കൂളിനെയും അവർ സ്നേഹിച്ചു തുടങ്ങും. അടുത്ത ബസ് ഒരുപക്ഷെ അവരെ കയറ്റുന്നതിന് വേണ്ടി തൊട്ടുപിറകിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, തൊട്ടുപിറകിൽ അവിടെ ബസ് എത്തിയിട്ടുണ്ട്. ആ ബസ്സിലായിരിക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ കയറുക. ഇങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. പേരെന്താ? ഷാനില്. എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 10ല്. ഇന്നിപ്പം ബസ്സൊക്കെ കയറി പോവാണ് നമ്മൾ. പുതിയ സ്കൂളാണ്, പുതിയ കൂട്ടുകാരുണ്ടാവും അവിടെ. നേരത്തെ മേപ്പാടി സ്കൂളിൽ ഹാപ്പി അല്ലേ? ആ ഹാപ്പിയാണ്. നന്നായി പഠിക്കൂലേ? പഠിക്കും. ഇല്ല, ഒന്നുമില്ല, പുതിയ സ്കൂളിൽ പോകണേ സന്തോഷം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ സീറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ രണ്ടുപേര് നിങ്ങളാ സീറ്റ് ഇല്ലാഞ്ഞിട്ടാണോ? ക്ലാസ് ആണ്, എല്ലാരും ഒരേ ക്ലാസ്സിലാ. അതാണ് കേട്ടോ കാര്യം, ഒറ്റ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്. അതെ, കുറെ നാളായല്ലോ ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കണ്ടിട്ട് നീ ഒരു പാട്ടൊക്കെ പാടും തോന്നുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ഇതാണ് സന്തോഷം എന്ന് പറയുന്നത്. അതായത് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, അവർ ഒന്നിച്ചിരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഈ നാട് ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഇനി ഏറ്റവും സന്തോഷകരമായ ആ ഒരു പഠനകാലത്തേക്ക് അവർക്ക് പോകാൻ കഴിയണം. അതിനൊതുങ്ങുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെ? നന്നായി പഠിക്കൂലേ? പഠിക്കും. ഞാൻ 7. സജീവമാനായി ഉഷാറല്ലേ? ഉഷാറാണ്. സ്കൂൾ മാറുന്നിട്ട് പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താണ് സ്കൂൾ മാറുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. പഠിക്കൂലേ? പാട്ട് പാടുവോ? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ? ഓക്കെ, പെട്ടെന്ന് എന്തായാലും ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ സന്തോഷകരമായ ഒരു സാഹചര്യം രൂപപ്പെടണം, അത് രൂപപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഈ ബസ്സിൽ മേപ്പാടിയിലേക്ക് യാത്ര തുടരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.